ഇന്ന് നമ്മൾ രാഗവൈവിധ്യത്തിലെടുത്തേക്കുന്ന രാഗം ഹംസധ്വനി. ഹംസധ്വനി 29ാമത്തെ മേലകർത്ത രാഗമായ ശങ്കരാഭരണത്തിൽ നിന്നാണ് ജന്യം. ഇതൊരു ഔഡവരാഗവുമാണ്, ഒരു ഉപാംഗരാഗമാണ്. ഇതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ സരി ഗ പ നി സ സാനി പ ഗ രെ സ സരി ഗ പ നി സ സാനി പ ഗ രെ സ. ഇതാണ് ഇതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി-ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, കാകളി നിഷാദം. ഇതാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഗാന്ധാരവും നിഷാദവും രാഗഛായ സ്വരങ്ങളാണ് ഈ രാഗത്തിൻ്റെ. ഈ രാഗം കണ്ടുപിടിച്ചത് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതരാണ്. ജണ്ഡപ്രയോഗങ്ങളിലൂടെ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗത്തിന് ഒന്നുകൂടി സുഖമുണ്ടാവും കേൾക്കാനായിട്ട്. ഇതൊരു വീരരസത്തോട് കൂടിയുള്ള ഒരു രാഗമാണ്. വീരരസമാണ് ഇതിന്. കച്ചേരികളിലൊക്കെ ആദ്യം ഗണപതി സ്തുതിയായിട്ട് പാടാനായിട്ട് ഹംസധ്വനി രാഗമാണ് പാടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രാഗമാണ്. വിശദമായിട്ട് രാഗാലാപനം നടത്താനുള്ള സാധ്യതയുള്ള ഒരു മൂർച്ഛനാകരമായ ഒരു രാഗമാണ് ഹംസധ്വനി രാഗം. എപ്പോഴും പാടാൻ പറ്റുന്ന രാഗമാണ് ഹംസധ്വനി. ഇതിൽ വളരെയധികം ഏറ്റവും കൂടുതൽ കൃതികളുള്ളത് ഗണപതി സ്തുതികളാണ് ഈ രാഗത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. നമുക്കിതിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം. ആദ്യം തന്നെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നോക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ വാദാഭി ഗണപതിം ഭജേഹം വാദാഭി ഗണപതിം ഭജേഹം വാദാഭി ഗണപതിം ഭജേഹം വാദാഭി ഗണപതിം ഭജേഹം. ഈ ഒരു കൃതി വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. ഏറ്റവും കൂടുതൽ കച്ചേരികളിൽ ആദ്യം ഗണപതി സ്തുതി പാടുമ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്നൊരു കൃതിയും കൂടിയാണ് വാദാഭി ഗണപതി. പിന്നെ പറയാനുള്ളത് വീണ കുപ്പയ്യരുടെ ഒരു കൃതിയുണ്ട്, അതും ഗണപതി സ്തുതി തന്നെയാണ്. വിനായക നീനു വിന ബ്രോടു വിനായക നീനു വിന ബ്രോടു വിനായക നീനു വിന ബ്രോടു. ഈ ഒരു കൃതി. പിന്നെ സംഗീത വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട ഒരു വർണ്ണം വെങ്കടമക്കിയുടെ ഒരു വെങ്കട സുബ്രയ്യരുടെ ഒരു വർണ്ണമുണ്ട്. ജലജ ൊരു വർണ്ണം. പിന്നെ ത്യാഗരാജ സ്വാമികളുടെ രഘുനായക നീപാതയുഗ രഘുനായക നീപാതയുഗ. ഈ ഒരു കൃതിയുണ്ട്. സ്വാതി തിരുനാളിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ്. പാഹി ശ്രീപദേ മോഹനമൂർത്തേ പാഹി ശ്രീപദേ മോഹനമൂർത്തേ. കോടീശ്വരയ്യരുടെ ഒരു കൃതിയുണ്ട്, വാരണമുഖവ എന്നിട്ടൊരു കൃതി. പുരന്ദരദാസരുടെ ഒരു കൃതിയുണ്ട്, ഗജവദന പേടുവേ ഗജവദന പേടുവേ ഗൗരി തനയ ഗജവദന പേടുവേ ഗൗരി തനയ ഒരു കൃതി.
പിന്നെ മുത്തയ്യ ഭാഗവതരുടെ ഒരു കൃതി ഉണ്ട്. ഗം ഗണപതേ നമോ നമോ എന്നൊരു കൃതി. മുത്തുസ്വാമി ദീക്ഷിതരാണ് ഒരു കൃതി. പാർവതീപതി എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. പിന്നെ പാപനാശം ശിവന്റെ മൂലധാരമൂർത്തി എന്നൊരു കൃതി. പിന്നെ പരാശക്തി ജനനീ മറ്റൊരു കൃതി. പിന്നെ മുത്തയ്യ ഭാഗവതരുടെ ഒരു ദേവീസ്തുതി ഉണ്ട്. ജയ മഹിഷാസുരമർദിനി ജയ മഹിഷാസുരമർദിനി ജയ മഹിഷാസുരമർദിനി ശ്രുതജനപാലിനി ജയ മഹിഷാസുരമർദിനി ശ്രുതജനപാലിനി ജയ മഹിഷാസുരമർദിനി ശ്രുതജനപാലിനി പറഞ്ഞിട്ടൊരു കൃതിയുണ്ട് മുത്തയ്യ ഭാഗവതരുടെ. ഇത്രയൊക്കെയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹംസധ്വനി രാഗത്തിലുള്ള കൃതീസ്. ഇനി സിനിമാ പാട്ടുകൾ പറയുമ്പോൾ ഭരതം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ ശ്രീവിനായകം നമാമ്യഹം ശ്രീവിനായകം നമാമ്യഹം ഈ ഒരു പാട്ട്. പിന്നെ ക്ഷണക്കത്തിലെ ആ രാഗം മധുമയമാം രാഗം ആനാദം ഈ ഒരു പാട്ട്. രാഷ്ട്രം എന്ന സിനിമയിലത്തെ ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവായി പ്രിയ നിമിഷം ഈ ഒരു പാട്ട്. മല്ലികേ മല്ലികേ ചെണ്ടു മല്ലികേ ഈ ഒരു പാട്ട്. ഇങ്ങനെ ഒരു നിലപക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ഉണരു ഹൃദയ മധുമല്ലികേ സുധാമയീ ഈ ഒരു പാട്ട്. ഉത്രാടപ്പൂ നിലാവേവാ ഈ പാട്ട്. ഏതോ ജന്മകൽപ്പനയിൽ ഈ ഒരു പാട്ട്. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഈ ഒരു പാട്ട്. ഇണക്കത്തിലെ സല്ലാപം കവിതയായി അലഞ്ഞൊരിയും ഈ പാട്ട്. ബന്ധനം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ രാഗം ശ്രീരാഗം അതിൽ രാഗമാലികയാണ് ഈ ഒരു പാട്ട്. ഇതിൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുന്ന പാട്ട്. രാഗം ഹംസധ്വനി രാഗം കളഹംസധ്വനി രാഗം രാഗം ഹംസധ്വനി രാഗം ഈ ഒരു സ്റ്റാൻസ് പറഞ്ഞത് ഹംസധ്വനി രാഗത്തിലാണ്. പിന്നെ ഒരു ആൽബം സോങ് അഖിലാണ്ട ബ്രഹ്മത്തിനാനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ. ഇത് തുടക്കം സാരംഗ എന്ന് പറഞ്ഞിട്ടൊരു രാഗമാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗം വരുന്നതാണ് ഹംസധ്വനി. ആ രാഗത്തിൻ്റെ പേരും കൂടി ചേർത്തിട്ടാണ് ആ രാഗം ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ രാഗം എന്നതിൽ ഷൺമുഖപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു രാഗമാണ് വരുന്നത്. പിന്നെ ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി ഇതിലെ ആദ്യത്തെ ഭാഗം വരുന്നത് ഹംസധ്വനി രാഗത്തിലാണ്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലക്കടലിൽ പൂക്കും. ഇതൊരു രാഗമാലികയാണ്. ഇതിൽ
ഹംസധ്വനി രാഗത്തിലെ ലാസ്റ്റ് സ്റ്റാൻസ വരുന്നത്. ഇത്രയൊക്കെയാണ് ഹംസധ്വനി രാഗത്തിലുള്ള പ്രധാനപ്പെട്ട സിനിമാ പാട്ടുകൾ. ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. ഇത് കൂടുതൽ സിനിമാ പാട്ടുകൾ അറിയുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം.